ഞാൻ ഡോക്ടർ അനിത, ജി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, ലാപ്രോസ്കോപ്പിക് സർജൻ ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ വിഷയം അണ്ഡാശയ രോഗങ്ങളെ പറ്റിയാണ്. സ്ത്രീകളുടെ ഗർഭപാത്രത്തിന് സമീപത്തുള്ള അണ്ഡാശയത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം. നമുക്ക് 2 അണ്ഡാശയമാണ് ഉള്ളത്. പേളി വൈറ്റ് കളറിൽ ആൽമണ്ട് ഷേപ്പിൽ യൂട്രസിൻ്റെ സൈഡിലായിട്ട് നമുക്ക് 2 അണ്ഡാശയമുണ്ട്. ഈ അണ്ഡാശയത്തിൽ ചിലപ്പോൾ സിസ്റ്റുകൾ വന്നേക്കാം. അപ്പോൾ ഈ സിസ്റ്റുകൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലാണ് വരുന്നതെന്നും ഈ സിസ്റ്റുകളെ പറ്റി നാം എന്തെല്ലാം അറിയണം എന്നുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ് ഞങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ ആരതി. ഓവറിയൻ സിസ്റ്റുകളെ പറ്റി ഇന്ന് സ്ത്രീകളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്തൊക്കെ തരത്തിലുള്ള ഓവറിയൻ സിസ്റ്റുകളാണ് മാം നമുക്കുള്ളത്? നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലെ കുട്ടികളാവട്ടെ, സ്ത്രീകളാവട്ടെ, പ്രസവം നിർത്തിയവരാവട്ടെ, ആർത്തവ വിരാമമായ സ്ത്രീകളാവട്ടെ ചിലപ്പോൾ ഒവേറിയൻ സിസ്റ്റമായി പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഏജ് ഗ്രൂപ്പിലും ഏതൊക്കെ തരം സിസ്റ്റുകളാണെന്ന് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മിക്കവാറും വരുന്നത് പോളിസിസ്റ്റിക് ഓവറി എന്നൊരു കണ്ടീഷൻ, അല്ലെങ്കിൽ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, ചിലപ്പോൾ ഡെർമോയിഡ് സിസ്റ്റ്, ഇങ്ങനെ പലതരം സിസ്റ്റുകളുണ്ട്. പിന്നെ ചില ക്ലിയർ സിസ്റ്റുകൾ, സീറസ് സിസ്റ്റ്, പിന്നെ മ്യൂസിനസ് സിസ്റ്റ്, ഇങ്ങനെ ഒരു ഒവേറിയൻ സിസ്റ്റിൽ പലതരം സിസ്റ്റുകളുണ്ട്. ഇതിൽ ഓരോ സിസ്റ്റിനെയും പറ്റി നമ്മളൊന്ന് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ മാറിയ ജീവിതശൈലികൾ കാരണം വരുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് കാണുന്ന സിസ്റ്റുകളാണ്. അപ്പോൾ അത്തരം കുട്ടികളാണെങ്കിൽ അമിതവണ്ണമായിട്ടും മുഖത്ത് രോമ വളർച്ച, മുഖക്കുരുവിൻ്റെ ബുദ്ധിമുട്ടുകൾ, ബോഡിയിൽ പിഗ്മെൻറ്റേഷൻ, ഇങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളായിട്ട് വരും. ഇവർ പറയുന്ന ഒരു പ്രധാന വിഷയം ആർത്തവ ക്രമത്തിൻ്റെ ഒരു ഇറഗുലാരിറ്റി, അതായത് കൃത്യതയില്ലാത്ത ആർത്തവ ചക്രം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യതയുള്ള ആർത്തവ ചക്രം എന്താണ്? ഒരു സ്ത്രീക്ക് 21 മുതൽ 35 ദിവസത്തിനകമാണ് നോർമൽ മെൻസ്ട്രുവേഷൻ നടക്കേണ്ടത്. ആ മെൻസ്ട്രുവേഷൻ ഒരു 3 മുതൽ 5 ദിവസത്തേക്ക് വേണം. അതിൽ ഒരു 80 ml ബ്ലഡ് വരെയാണ് ആവറേജ് ബ്ലഡ് ലോസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം 21 ദിവസത്തിനുള്ളിൽ അടുപ്പിച്ച് ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ 35 ദിവസം കഴിഞ്ഞതിന് ശേഷവും മെൻസസ് വരാതിരിക്കുക. ചിലപ്പോൾ കുട്ടികൾ വന്ന് പറയും 3 മാസമായി മെൻസ്ട്രുവേഷൻ വന്നിട്ട്, അല്ലെങ്കിൽ 6 മാസം, അങ്ങനെ കൃത്യതയില്ലാത്ത ആർത്തവം വരുന്നതേയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഇടവിട്ട് ബ്ലീഡിങ് വരിക, വരുന്ന ബ്ലീഡിങ് ഹെവി ആയിട്ട് വരിക, ബ്ലീഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നിൽക്കാണ്ടേയിരിക്കുക, വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളുമായി സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ നമ്മളെ കാണാൻ വരാറുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ കൺഫേം ചെയ്യും? ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. സ്ത്രീ ഹോർമോണുകളെ പറ്റി നമുക്ക് വിശദമായി പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇമേജിങ്, അൾട്രാസൗണ്ടിന് ഒരുപാട് റോളുണ്ട്. അൾട്രാസൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അണ്ഡാശയം നോക്കുമ്പോൾ അണ്ഡാശയത്തിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും. അണ്ഡാശയത്തിൻ്റെ നടുക്കുള്ള ടിഷ്യൂവിൻ്റെ ഡെൻസിറ്റി, സ്ട്രോമ എന്ന് പറയും, അത് വളരെ ഡെൻസായിരിക്കും. ഈ അണ്ഡാശയത്തിൻ്റെ സർഫസിൽ കൊച്ചു കുമിളകൾ, അത് ഒരു 10 മില്ലിമീറ്റർ താഴെ വലിപ്പമുള്ള കുറേ കുമിളകൾ അതിൻ്റെ സർഫസിൽ കാണും. അപ്പോൾ അതൊരു നെക്ലേസ് പോലെ കാണും. അത് ഓവറിയുടെ വോളിയം വലുതാവുകയും ഓവറിയുടെ സർഫസിൽ കൊച്ചു കുമിളകൾ വരികയും നടുക്കുള്ള ടിഷ്യൂവിൻ്റെ ഡെൻസിറ്റി കൂടിയിരിക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ സ്കാനിങ്ങിൽ പോളിസിസ്റ്റിക് ഓവറി അല്ലെങ്കിൽ മൾട്ടിസിസ്റ്റിക് ഓവറിയൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ സ്കാനിങ്ങുകളോടൊപ്പം ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോഴത്തേക്കും സ്ത്രീ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ നമുക്കറിയാം. സ്ത്രീ ഹോർമോണുകൾ പ്രധാനമായും ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ്. അതിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടി നിൽക്കുകയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞിരിക്കുകയും, ഇതിനെ നമ്മുടെ തലച്ചോറിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദ ബോഡി. അപ്പോൾ ഈ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഹോർമോണുകൾക്കും കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ വരും. അപ്പോൾ ഈ ഏറ്റക്കുറച്ചിലുകൾ കാരണം യൂട്രസിൻ്റെ മെൻസ്ട്രുവേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ ഇരിക്കും. അതായത് കൃത്യതയില്ലാതെ മെൻസസ് വരിക, ഒന്നുകിൽ വരാണ്ടിരിക്കുക, അല്ലെ അടുപ്പിച്ച് വരിക, വരുന്ന ബ്ലീഡിങ് ഹെവി ആവുക, ബ്ലീഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നിൽക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിലർക്ക് ചെറിയ സ്പോട്ടിങ്, ബ്ലീഡിങ്ങേ വരില്ല, ചെറിയ കറ പോലെ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് വരുന്ന കുട്ടികൾക്ക് പ്രധാനമായിട്ടും കാണുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറി. അത് കൂടുതലും മാറിയ ജീവിതശൈലി കാരണവും പിന്നെ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ശരീരത്തിൽ ഇൻസുലിൻ എന്നൊരു ഹോർമോണുണ്ട്. അപ്പോൾ ഇൻസുലിൻ ഹോർമോൺ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ സെൻസിറ്റിവിറ്റി വേണം. നമ്മൾ ആ ഇൻസുലിൻ ഹോർമോണോട് പ്രതികരിക്കണം നമ്മുടെ ശരീരം. അതിൽ റെസിസ്റ്റൻസ് വരുമ്പോഴാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം. ഫോർ എക്സാമ്പിൾ, മുഖത്ത് ആക്നി, മുഖക്കുരുവായിട്ടും ഒരുപാട് രോമ വളർച്ചയായിട്ടും, പിഗ്മെൻറ്റേഷൻ, എക്സസീവ് ഹെയറും ബോഡിയിൽ പിഗ്മെൻറ്റേഷൻ, കഴുത്തിലും പ്രൈവറ്റ് പാർട്സിലും കക്ഷഭാഗത്തുമൊക്കെ ചെറുതായിട്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വന്നൊക്കെ കുട്ടികൾ, അതൊക്കെ അവർ മാനസികമായി അലട്ടും. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളുമായിട്ട് വരുന്ന കുട്ടികൾക്ക് കൂടുതലായിട്ടും കാണുന്നത് പോളിസിസ്റ്റിക് ഓവറിയാണ്. പിന്നെ കോമൺ ആയിട്ട് ഈ ഏജിൽ കാണുന്ന ഒരു സിസ്റ്റാണ് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്.
അതിനെ ചോക്ലേറ്റ് സിസ്റ്റ് എന്നും പറയാറുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, യൂട്രസിനൊരു ലൈനിങ് ഉണ്ട്. ഈ ലൈനിങ്ങിൻ്റെ പേരാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ അത് യൂട്രസിനെ ലൈൻ ചെയ്യുന്ന കോശങ്ങളുടെ പേരാണ്. ഈ എൻഡോമെട്രിയം യൂട്രസിനകത്തിരിക്കുന്നതിനോടൊപ്പം ചില കുട്ടികളിൽ അല്ലെ സ്ത്രീകളിൽ ഓവറിയിലോട്ടോ ട്യൂബിലോട്ടോ കുടലിൻ്റെ ഭാഗത്തേക്കോ ബ്ലാഡർ സർഫസിലേക്കോ ഒക്കെ പോകാം. അപ്പോൾ ഇതിനെ നമ്മൾ എക്ടോപിക് എൻഡോമെട്രിയം, അതായത് ഇരിക്കുന്ന സ്ഥലത്തും കൂടെ മറ്റ് സ്ഥലങ്ങളിലും പോയി അത് വ്യാപിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് എൻഡോമെട്രിയോസിസ് അല്ലെ അഡനോമയോസിസ് എന്ന് പറഞ്ഞ രോഗങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ രോഗങ്ങളുമായിട്ട് വരുന്ന കുട്ടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അമിതമായ വയറുവേദന, അത് അവർക്ക് താങ്ങാവുന്നതിന് അധികമായിട്ടുള്ള വേദനയായിരിക്കും വരുന്നത്. പിന്നെ ഇവരിലും ചിലപ്പോൾ ഇറഗുലർ മെൻസ്ട്രുവേഷൻ, ഹെവി ബ്ലഡ് ലോസ്, ബാക്ക് ഏക്ക്, മലം പോകാൻ തടസ്സം, മൂത്രം ഒഴിക്കുമ്പോൾ വേദന, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുമായിട്ടും വരാറുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ആർത്തവം എന്നാൽ ഷെഡിങ് ഓഫ് എൻഡോമെട്രിയമാണ്. ഓരോ മാസവും യൂട്രസിൻ്റെ ലൈനിങ് അഥവാ എൻഡോമെട്രിയം പുറത്തേക്ക് പോകുന്നതാണ് മെൻസ്ട്രുവേഷൻ. അപ്പോൾ ഈ മെൻസ്ട്രുവേഷൻ നടക്കുന്ന സമയത്ത് എവിടേക്കാണോ ഈ എൻഡോമെട്രിയം പോയിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഓവറിയിലാണെങ്കിൽ ആ ഓവറി വലിപ്പം വരികയും അതിനുള്ളിൽ സിസ്റ്റ് വരികയും ആ സിസ്റ്റിനകത്ത് ബ്ലഡ് കളക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഓരോ ആർത്തവ ചക്രത്തിലും ഈ ബ്ലഡ് കളക്ട് ചെയ്യുന്നതനുസരിച്ച് ആ സിസ്റ്റിൻ്റെ വലിപ്പം കൂടും. അതിനെയാണ് നമ്മൾ ചോക്ലേറ്റ് സിസ്റ്റ് അഥവാ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റ് ശരിക്കും ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റാണ്. അമിതമായ വയറുവേദന, ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിലും അധികമായിട്ടുള്ള വയറുവേദന, ഹെവി ബ്ലീഡിങ്, ബാക്ക് ഏക്ക്, അങ്ങനെ ഒരുപാട് മെൻസ്ട്രുവൽ സിംറ്റംസ്, മലം പോകാൻ, ഡിഫിക്കേഷൻ ബുദ്ധിമുട്ട്, യൂറിൻ പാസ് ചെയ്യുമ്പോൾ പെയിൻ, അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് ശരീരത്തിന് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് എൻഡോമെട്രിയോസിസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അപൂർവമായിട്ട് ചില കുട്ടികൾ ഡെർമോയിഡ് സിസ്റ്റ് അല്ലെങ്കിൽ ക്ലിയർ സിസ്റ്റുകളൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇത് ഈ ഡെർമോയിഡ് സിസ്റ്റ് അല്ലെങ്കിൽ മറ്റു തരം സിസ്റ്റുകളൊന്നും ചിലപ്പോൾ ലക്ഷണങ്ങളെ ഉണ്ടാക്കണം എന്നില്ല. അത് നമ്മൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആയിട്ട് വരുമ്പോൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പം ആക്സിഡൻ്റലി ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറയും. ഈ ഡെർമോയിഡ് സിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയിൽ ചില സെല്ലുകൾ ജനിക്കുമ്പോൾ തന്നെ ടോട്ടിപൊട്ടൻറ്റ് സെൽസ് എന്ന് പറയും, അതായത് മറ്റേതെങ്കിലും കോശമായി കൺവേർട്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള സെല്ലുകൾ. ഇപ്പോൾ ഡെർമോയിഡ് സിസ്റ്റം നമ്മൾ ആന്തരികമായി പരിശോധിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ മറ്റു കോശങ്ങൾ, ഫോർ എക്സാമ്പിൾ ഹെയർ, നെയില്, സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷനായ ഫ്ലൂയിഡുകൾ, അപ്പോൾ ഇങ്ങനെ കുറേ നമ്മുടെ ടീത്തും ഒക്കെ പല്ലും ഒക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ ടോട്ടിപൊട്ടൻ സെല്ലുകളുള്ള സിസ്റ്റുകളെയാണ് നമ്മൾ ഡെർമോയിഡ് സിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ചിലപ്പോൾ ക്ലിയർ ഫ്ലൂയിഡ്, വെള്ളം പോലത്തെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന സിസ്റ്റുകൾ, സീറസ് സിസ്റ്റ് അഥവാ ക്ലിയർ സിസ്റ്റുകൾ. പിന്നെ ചിലപ്പോൾ കുറച്ച് കലങ്ങിയ ദ്രാവകം പോലെയുള്ളത്, മ്യൂസിനസ് സിസ്റ്റ്, ഇങ്ങനെ പലതരം സിസ്റ്റുകൾ എല്ലാ ഏജ് ഗ്രൂപ്പിലും വരാറുണ്ട്. കോമൺ ആയിട്ടും പ്യൂബർട്ടൽ ഏജ് ഗ്രൂപ്പ്, അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് PCOD ആണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം കാണാറുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളാകാതെ വരുന്നവർക്കും പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന സിസ്റ്റുകൾ ഈ പറഞ്ഞ പോളിസിസ്റ്റിക് ഓവറി ഒരു മെജോറിറ്റി ഓഫ് പോപ്പുലേഷനും പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റാണ്. അത് വലിയ സിസ്റ്റ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവറിയുടെ സർഫസിൽ വരുന്ന കൊച്ചു കൊച്ചു കുമിളകളെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. ഓവറിയുടെ വോളിയം വലുതാവുകയും അതിൻ്റെ സർഫസിൽ കൊച്ചു കുമിളകൾ വരികയും അത് കാരണം അണ്ടോൽപാദനത്തിന് തടസ്സം വരികയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറി. അപ്പോൾ അത് വന്ധ്യതയിലേക്ക് ചിലപ്പം കാരണമായി മാറിയേക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം, അതും കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ഹെവി പെയിനും ഇൻഫെർട്ടിലിറ്റി, കുട്ടികളുണ്ടാവാൻ തടസ്സമായിട്ട് വരുമ്പം എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം ഒരു കാരണമായി മാറാറുണ്ട്. നേരത്തെ പറഞ്ഞ ഡെർമോയിഡ് സിസ്റ്റുമായി ചിലർ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ക്ലിയർ സിസ്റ്റുകൾ, ബിനൈൻ സിസ്റ്റുകളുമായി. ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ മാലിഗ്നൻ്റ് ഓവേറിയൻ ട്യൂമേഴ്സ് കുറച്ച് റെയറാണ്. അത് നമ്മൾ ചിലപ്പോൾ സമയത്ത് ചില സിസ്റ്റുകൾ എടുക്കുമ്പോൾ ബോർഡർ ലൈൻ ഓവേറിയൻ ട്യൂമർ അല്ലെങ്കിൽ മറ്റ് തരം അപകടകരമായ കോശങ്ങളുള്ള സിസ്റ്റുകളും കാണാറുണ്ട്. പക്ഷെ അത് അത്രയും കോമൺ അല്ല. കോമൺ ആയിട്ടുള്ള സിസ്റ്റുകൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ സിസ്റ്റുകളൊക്കെയും തന്നെയാണ്.